ബാർക്കോഴ വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട UDF പ്രത്യക്ഷ സമരത്തിലേക്ക് ഈ മാസം 12-ന് UDF നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. അതേസമയം ബാർക്കോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്തി. ബാർക്കോഴ ആരോപണം ആളിക്കത്തിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് UDF നീക്കം. നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ആരോപണം സഭയിൽ ഉന്നയിക്കും. സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ആവനാഴിയിലെ പ്രധാന ആയുധമായി ബാർക്കോഴ വിവാദം മാറും. സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ പ്രതിഷേധമുയർത്തും. 12-ന് UDF സമരത്തിന് തുടക്കമാകും. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട നിയമസഭയിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തും. പോലീസ് അന്വേഷിച്ചാൽ വസ്തുതകൾ പുറത്തു വരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം. ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറഞ്ഞതല്ല. ഞങ്ങൾ അതിശക്തമായ സമരം സംസ്ഥാനം ഒട്ടുക്ക് നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ 10-ാം തീയതി നിയമസഭ കൂടുന്നു. 12-ാം തീയതി UDF നിയമസഭാ മാർച്ച് നടത്തുക. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയാണ് പ്രതിപക്ഷം. സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ലെന്ന് ആവർത്തിക്കുകയാണ് UDF. അതേസമയം ബാർക്കോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നു. ക്രൈംബ്രാഞ്ച് സംഘം ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്തി. എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്തവരുടെ മൊഴിയാണ് അന്വേഷണ സംഘം കൊച്ചിയിൽ രേഖപ്പെടുത്തിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.